സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് DCCക്ക് മുന്നിൽ ഫ്ലക്സ് ബോർഡ്. കോൺഗ്രസിന് വേണ്ടത് മുഴുവൻ സമയ പ്രസിഡന്റാണ്. MPയും MLAമാരും മണ്ഡലം നോക്കട്ടെ എന്നും ഫ്ലക്സ് ബോർഡിൽ പറയുന്നു. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും കോഴിക്കോട് നിന്ന്. നന്ദഗോപാൽ, അപ്പോൾ കോഴിക്കോട് DCCക്ക് മുന്നിലാണ് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. വളരെ ന്യായമായ ഒരു ആവശ്യമാണ് ഫ്ലക്സ് ബോർഡിലുള്ളത്. തീർച്ചയായും ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡ് കോഴിക്കോട് DCC ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഏതായാലും അല്പസമയം മുൻപ് ആ ഫ്ലക്സ് ബോർഡ് ഇവിടെ നിന്നും തൽക്കാലം എടുത്തു മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗത്തായി നിരവധി ഫ്ലക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം നേതാക്കൾക്കുള്ള സ്വീകരണവും ഉൾപ്പെടെയായി ഫ്ലക്സ് ബോർഡുകളാണ് ഉള്ളത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡ് അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട പുതിയ നിയമനമൊന്നും ഉണ്ടായിട്ടില്ല, പുതിയ ആൾക്ക് ചുമതല കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകണം. നിലവിൽ സണ്ണി ജോസഫ് അദ്ദേഹത്തിന് MLAയും MPയും ഉൾപ്പെടെയുള്ളവർ അവരുടെ ചുമതല നോക്കട്ടെ, മറ്റൊരാൾക്ക് ഇത് നൽകണം എന്നുള്ളതാണ് ഈ ഫ്ലക്സ് ബോർഡിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. താഴെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരാണ് ഈ ഫ്ലക്സ് ബോർഡ് വെച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നും തന്നെ നൽകിയിട്ടില്ല. അതോടൊപ്പം DCCയുടെ നേതൃത്വവും ഈ കാര്യത്തിൽ മറ്റ് പ്രതികരണമൊന്നും തന്നെ നൽകിയിട്ടില്ല. ഏതായാലും അല്പസമയം മുൻപ് തന്നെ ആ ഫ്ലക്സ് ബോർഡ് ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡ് ഇവിടെ വെച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.